നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര നാരായണൻ. ഇന്നത്തെ തലമുറയിൽ ഒട്ടുമിക്ക ആൾക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വിളർച്ച അഥവാ അനീമിയ. നമ്മുടെ ശരീരത്തിൽ രക്തത്തിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നതിനെയാണ് നമ്മൾ വിളർച്ച എന്ന് പറയുന്നത്. ഇത് ആരോഗ്യമുള്ളൊരു പുരുഷനിലാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് 13.5 തൊട്ട് 17.5 വരെയും, സ്ത്രീകളിലാണെങ്കിൽ 12 മുതൽ 15.5 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് നോർമൽ ലെവലായിട്ട് കണക്കാക്കുന്നത്. ഇതിലും താഴെ പോകുമ്പോഴാണ് നമ്മൾ അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് വിളർച്ചയുടെ കാരണങ്ങളെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നും നോക്കാം. കാരണമില്ലാണ്ട് ഉണ്ടാകുന്ന ക്ഷീണം, എപ്പോഴും കിടക്കാൻ തോന്നുക, തലകറക്കം, നമ്മൾ ഇരുന്നെണീക്കുമ്പോഴോ കിടന്നെണീക്കുമ്പോഴോ തലകറക്കം അനുഭവപ്പെടുകയാണെങ്കിൽ, അത് ചെറിയ ചെറിയ പണികൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിതപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴോ അതുപോലെ വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അമിതമായ കിതപ്പ് അനുഭവപ്പെടുന്നത്, ധാരാളം മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നത്, ഇതൊക്കെ പൊതുവെ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അതുപോലെ നമ്മൾ നഖം പരിശോധിക്കുകയാണെങ്കിൽ നഖം പ്രസ് ചെയ്യുമ്പോൾ അവിടുത്തെ സാധാരണ പിങ്കിഷ് നിറം മാറിയിട്ട് വെള്ളമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, അതുപോലെ കണ്ണിൻ്റെ അടിയിൽ ചുവപ്പ് മാറിയിട്ട് വെള്ളയായിട്ടാണ് കാണുന്നുണ്ടെങ്കിലൊക്കെ ഹീമോഗ്ലോബിൻ കുറഞ്ഞതായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഹീമോഗ്ലോബിൻ പരിശോധിക്കുന്നത് നന്നായിരിക്കും. അയൺ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ പീരീഡ്സ് ടൈമിലുള്ള എക്സസീവ് ബ്ലീഡിങ് കാരണമോ അല്ലെങ്കിൽ മാൽ അബ്സോർപ്ഷൻ, അതായത് നിങ്ങളുടെ ഫുഡ് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യപ്പെടാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം കാരണം, അല്ലെങ്കിൽ മലേറിയ പോലുള്ള ഇൻഫെക്ഷൻസ് കാരണമൊക്കെ അനീമിയ വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അനീമിയ വരാനുള്ള റീസൺ എന്താണോ അത് കണ്ടെത്തിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി കാരണമാണെങ്കിൽ നിങ്ങൾ ധാരാളം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, അതായത് ഓറഞ്ച്, നാരങ്ങ പോലുള്ള ഫുഡ്. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അയൺ പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ അത് പെട്ടെന്ന് അനീമിയ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് നമ്മളെ റേസിൻസ് രാത്രി, അതായത് ഉണക്കമുന്തിരി രാത്രി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അത് രാവിലെ കഴിക്കുന്നതും അതുപോലെ അനീമിയയ്ക്ക് നല്ലതാണ്. ഇപ്പോൾ ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ഫിസിഷ്യനെ കാണിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ അന്നഭേദി, സിന്ദൂരം, ദ്രാക്ഷാരിഷ്ടം, ലോഹാസം പോലെ നിരവധി മരുന്നുകൾ ഈ അനീമിയയ്ക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചേരുന്ന, നിങ്ങളുടെ പ്രകൃതിക്ക് ചേരുന്ന ഒരു മെഡിസിൻ, നിങ്ങളുടെ സിറ്റുവേഷൻസിന് അനുയോജ്യമായ ഒരു മെഡിസിൻസ് പ്രോപ്പറായിട്ടുള്ള ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.